നിങ്ങളത് എവിടെയോ വെച്ച മനുഷ്യ? ഈ ബാഗില്. എന്നിട്ട് എവിടെ? എനിക്ക് തല ചുറ്റുന്നു. കിണുങ്ങല്ലേ? കാശ് എവിടെയെന്നാ ചോദിച്ചത്? ശമ്പളം കൊടുക്കാനുള്ള പൈസയാ. അതെ മാഷെ, ഈ ബാഗിൽ തന്നെ വെച്ചെന്ന് ഉറപ്പാണോ? കീറിയിട്ടൊന്നുമില്ല. അപ്പൊ അടിച്ചു മാറ്റിയതല്ല. പോലീസിനെ വിളിക്കാം. അത് മാഷി ഈ ബാഗ് വേറെ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചിരുന്നു? വണ്ടി ഓടിച്ചപ്പോ തോമസ് ആ പിടിച്ചത്. തോമസ്? എനിക്ക് ഉറപ്പ് അവൻ തന്നെ. ചേരി പ്രൊഡക്റ്റ് അല്ലേ? എടോ, സ്ഥലം വിടുന്നതിന് മുമ്പ് അവനെ പിടിച്ചോണ്ട് വന്നേ. അല്ല, അവനിത് ചെയ്യോ? സ്കൂളാന്നൊന്നും ഞാൻ നോക്കൂല. രണ്ടൊക്കെ തരും. അപ്പൊ നീ ഇവിടുത്തെ ഷെർലക് ടോംസ് ആണല്ലേ? കുറ്റം ചെയ്തിട്ട് അത് എങ്ങനെ പിടിക്കാതിരിക്കാന്ന് പഠിക്കാനാണോ നീ ഇത്തരം നോവലുകളൊക്കെ വായിക്കുന്നത്? പറ, ആ പൈസ 34,500 രൂപ നീ എവിടെയാടാ ഒളിപ്പിച്ചത്? പറയടാ. ഞാൻ എടുത്തിട്ടില്ല സാർ, മാഷിന്റെ ഓർമ്മ പശക. മാഷ് പൈസ വെച്ചത് ഈ ബാഗിലല്ല. പിന്നെ എവിടെയാ വെച്ചത്? നീ കണ്ടോ? ഇല്ല. പിന്നെ മാഷേ, ഞാൻ മസാല ചെയ്യുമ്പോ മാഷ് ഏതോ കടയിലേക്ക് പോയില്ലേ? കടയോ? തിരിച്ചു വരുമ്പോ മാഷിന്റെ ഒരു തുണിക്കടയുടെ കവർ ഉണ്ടായിരുന്നു. മാഷ് ഇറങ്ങി വന്നത് രാധാ ടെക്സ്റ്റൈൽസിൽ നിന്നാണ്. അവിടെ പെണ്ണുങ്ങളുടെ തുണി മാത്രമേ ഉള്ളൂ. ആണോ? അയ്യോ, നിങ്ങൾ ആർക്കെന്ത് വാങ്ങാനാ തുണിക്കട കയറിയത്? പറയാൻ. പറ. ആ കവർ മാത്രം മാഷിന്റെ കയ്യിൽ തന്നില്ല. സാറിനപ്പോ ഒരു പതർച്ച ഉണ്ടായിരുന്നു. രഹസ്യാത്മകമായ ആ കവർ എന്റെ കയ്യിൽ തന്നിട്ടില്ല സാർ. കൂടുതൽ സാഹിത്യം വേണ്ട. എന്റെ നിരീക്ഷണമാണ് സാർ. ഈ കേസിന്റെ ചുരുളഴിയണമെങ്കിൽ ആ ചുരുളൊക്കെ ഞാൻ അഴിച്ചോളാം. ആ കവർ എവിടോ? അങ്ങനൊരു കവറില്ല. ഇത് മുഴുവൻ ഇവന്റെ കഥയാണ്. ആ കാശ് എടുത്തത് നീ തന്നെയാണ്. അങ്ങനെ ഒരു കവർ ഉണ്ട് സാർ. ഇവിടെ വന്ന് മാഷ് ആദ്യം പോയത് ടീച്ചേഴ്സ് റൂമിലേക്കാണ്. തോമസ് ബിയൽ, സൈലൻസ്. അരമണിക്കൂറിലായുള്ളൂ. ആ കവർ ഇവിടെ ഇല്ലെങ്കിൽ അവിടെയുണ്ട്, ഉറപ്പാ. ഇല്ല. സാർ, ഇതാണ് ആ കവർ.